ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കടയിലോട്ട് പോയിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ എന്താ ശരിക്കും വെട്ടാൻ അറിയാത്ത ആളെത്തും കൊണ്ട് വെട്ടിച്ചിട്ട് അതിൻ്റെ മുള്ളിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സൈസ് കട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീൻ അത്ര എന്താ പറയുക, മീൻ ഞങ്ങൾ കുഴച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് പോയിട്ടില്ല. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ട്, വലിയ മീനായതുകൊണ്ടേ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ മീനായിരുന്നു. അപ്പോൾ കണ്ടോ, എൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടോ, നല്ല ഉണ്ട ഷേപ്പിലാണ് കേട്ടോ മീൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിക്കണേ. മീൻ ശരിക്കും കട്ട് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തിക്കണേ. അതും എനിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല റൗണ്ടായിട്ട് വെട്ടാൻ. ഇവിടെ അങ്ങനെ ഒരു കട രണ്ട് കട അല്ല കേട്ടോ, ഒരുപാട് കട ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ചെറിയ മക്കളൊക്കെ അടക്കം മീൻ വെട്ടാൻ നിൽക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മീൻ കറി തേങ്ങ അരക്കാതെ വെക്കാനില്ല പുറപ്പാടാണ് കേട്ടോ. അങ്ങനത്തെ സ്റ്റിക്കില്ല കേട്ടോ. അപ്പോൾ എന്താ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത്. സ്റ്റിക്കില്ലാത്ത ഭയങ്കര പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് സ്റ്റിക്ക് വാങ്ങണം. ഇക്കാനോട് 2-3 സ്റ്റിക്ക് പൊട്ടിയ കാരണേ, മോൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയ കാരണേ ഇക്ക അങ്ങ് വാങ്ങി തരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങണം. എന്നിട്ട് ഡെയിലി ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. ഇട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഉലുവയും കുറച്ച് ചെറിയ ജീരകവും കേട്ടോ. ഇത് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഒരു കയ്യിൽ ഫോണാണ് എൻ്റെ പഠിച്ചോനെ. അപ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അതൊന്ന് പൊട്ടി വരുന്ന നേരത്ത് ചെറിയുള്ളിയും വലിയ ഉള്ളിയും കേട്ടോ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട്, ഞാൻ അങ്ങനെയാണ് മീൻ കറി വെക്കാറുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെ വെക്കാനൊന്ന് പറയും കേട്ടോ. എന്നും തേങ്ങ അരച്ച കറി കൂട്ടിയിട്ട് ഒരു ദിവസം എങ്ങനെയും കൂട്ടാന്നുള്ളൊരിതിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ. തേങ്ങക്കൊക്കെ ഭയങ്കര റേറ്റാണ്, അതുകൊണ്ടല്ല കേട്ടോ തേങ്ങ വാങ്ങാത്ത. ഞങ്ങൾക്ക് ഒരു ദിവസം 2-3 തേങ്ങ ആവശ്യമുണ്ട്. ഉപ്പാണ് കേട്ടോ, ആ ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഞാൻ ചെറിയുള്ളിയും വലിയുള്ളി ഒന്ന് എടുത്തുക്കണേ, ചെറിയുള്ളി കുറച്ച് എടുത്തുക്കണത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി വലിയുള്ളി നല്ല ഇത് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് തക്കാളി ഇടാം. അങ്ങനെ 2 പച്ചമുളക് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല അത് കാരണം കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളി വാടിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയും പച്ചമുളകും ആ ഒരു സ്മെല്ലൊക്കെ, പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഇടുക, പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ കറി സെറ്റായി കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച കറിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. 1 ടീസ്പൂൺ മല്ലി കേട്ടോ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഇട്ടതല്ലേ അപ്പോൾ ഇത്ര മതി കേട്ടോ മുളകും പൊടി. ആ പച്ചച്ചോയ പോകുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ആ പച്ച സ്മെല്ല് മാറി. അങ്ങനെ പുളി ഒഴിച്ചു കേട്ടോ. കുറച്ചും കൂടി വെള്ളം, അങ്ങനെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്ന് ഇതിലോട്ട് മീനും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടോ. അങ്ങനെ മീൻ ഇതാ നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ്. സ്റ്റിക്കില്ലാത്തൊരിടങ്ങേറ്, വല്ലാത്തൊരിടങ്ങേറാണ്.
അപ്പോൾ ഇതാ മീനിനെ ഞാൻ അതിലോട്ട് ഇടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ കേട്ടോ. അങ്ങനെ ഇതാ മീൻ വെന്തിക്കണം കേട്ടോ. നല്ല മീൻ കണ്ട. ഞാൻ മുളകും പൊടി കമ്മിയാക്കിയിട്ട് ഇട്ടെടുക്കണേ. മുളകിട്ട കാരണേ അപ്പോൾ കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം ഇനി ഇതിലോട്ട് വേറൊരു ഐറ്റംസും കൂടി കറിവേപ്പിൻ്റെ അല്ല. അപ്പം അതാ മല്ലിച്ചപ്പാണ് കേട്ടോ അത്. ഉണ്ടോ നല്ല വിറ്റമിൻസാണ് കേട്ടോ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഫുഡ്. നമ്മൾ എന്തൊരു ഫുഡിലും ഈ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ആ മല്ലിയുടെ മണമൊക്കെ ഒന്ന് സെറ്റായി എൻ്റെ അത് നല്ല ടേസ്റ്റ് ആക്കാറ് കേട്ടോ. മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. മീൻ നല്ല വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓഫാക്കാം. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാനില്ലേ, ഇപ്പുറത്തെ അടുപ്പിൽ വെക്കായിരുന്നു മീൻ പൊരിക്കാൻ കേട്ടോ. ഇതാ രാവിലത്തെ മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറിയും പൊറാട്ടയും നൂൽപുട്ടായിരുന്നു ഒന്ന് രാവിലത്തെ. പക്ഷേ ഇത് സ്വത്ത് എണിച്ചിട്ടില്ല. സ്വത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓഫാക്കിട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിക്ക. അവിടെ ലൈറ്റ് വെച്ചിക്കാണ് കേട്ടോ അടുക്കളയിൽ. ഇവിടെ മേലെ ലൈറ്റ് ഇല്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മീൻ പൊരിക്കുമ്പോൾ വീഡിയോസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണും ചെയ്യും. അപ്പോൾ ഇക്കൊന്ന് മീൻ കൊണ്ടുവന്നിക്കണ കണ്ട, റൗണ്ടായിട്ട് കട്ട് ചെയ്യാതെ മുള്ളിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെത്തി എടുത്തിട്ട് ഏതൊരുത്തനാന്നാവും കട്ട് ചെയ്യാൻ അറിയാത്ത ഒരുപാടിനാണ് മീൻ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. ഒരിക്ക മീൻ കട്ട് ചെയ്യുന്ന ഇരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മളെ നാട്ടിലൊക്കെ മീൻ വെട്ടുന്ന കടയിൽ നിന്ന് തന്നെ. ഇവിടെ അങ്ങനെയല്ല, മീൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുക, ഇത് സെപ്പറേറ്റ് ക്ലീനിങ്ങിന് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. മീൻ റൗണ്ടായിട്ട് കട്ട് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുവന്നോണ്ടേ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. ഇക്കണ്ണു കണ്ടോ ഇങ്ങനെ ആരെങ്കിലും മീൻ കട്ട് ചെയ്യുമോ? എന്ത് കോലങ്ങത്തിലാണ് മുറിച്ചിക്കണ മീനെന്നൊരു പിടുത്തമില്ല. അപ്പോൾ മീൻ നല്ല മുരിഞ്ഞ്. അപ്പോൾ തൊട്ടിപ്പോൾ എണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിനും കൂടി അവിടെ സ്ഥലം കാണുന്നുണ്ട് കേട്ടോ. മീനിനെ ഇങ്ങോട്ട് മുള്ളുമെന്ന് ഇങ്ങനെ ചെത്തി എടുത്തിക്കണം കണ്ട. മീനിനെ മുള്ളുമെന്ന് ചെത്തി എടുത്തിക്കുക കണ്ട. മുള്ളു എന്നിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ട്. ചെത്തി എടുത്തിക്കാണ് മീൻ. ഏത് അലവലാതെയാണാവും. അങ്ങനെതാ മീൻ കട്ട് ചെയ്ത് ശരിയായിട്ടുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ മറിച്ചിടുമ്പോഴൊക്കെ നല്ലൊരു രസത്തിൽ മറിച്ചിടാന്നു. ഇതങ്ങനെ ഒരു ഉഷാറില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല.
ചിക്കൻ പീസ് കിടക്കുന്ന മാതിരി ഉണ്ടല്ലേ മീൻ കണ്ടാൽ. കാരണം മീൻ റൗണ്ടായിട്ടല്ലേ എല്ലായിടത്തും ഉണ്ടാവല്. ഇതിങ്ങനെ ആയിപ്പോയിട്ടോ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങനെ ഇടാട്ടോ. അപ്പോൾ അതാ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഇനി സ്വത്തുവിന് ഞാൻ ചായ കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.